അധികാരമില്ലെങ്കിൽ ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കില്ല. സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ പറയുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്ന് വിമാനത്തിൽ കേരളത്തിലേക്ക് വരാനായിട്ട് തീരുമാനിക്കുന്നു. അദ്ദേഹം വിമാനത്താവളത്തിൽ കൃത്യസമയത്ത് തന്നെ ചെന്നു. പക്ഷേ അദ്ദേഹത്തിന് പോകേണ്ട വിമാനം അതിൻ്റെ പാട്ടിന് പോയി. 5 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു. അതായത് ഈ പിണറായി വിജയനെ ഇത് വിമാനം പോകുന്നെന്നോ കൃത്യസമയം പാലിക്കുന്നതെന്നൊന്നും പറയാൻ ഒരാളും എത്തുന്നില്ല. അപ്പം അധികാരത്തിൻ്റെ ഒരു ദുർവിനിയോഗം കാണിച്ച ആൾക്ക് ലഭിച്ച തിരിച്ചടി, അങ്ങനെ വായിക്കാവോ ഇതിനെ? തീർച്ചയായിട്ടും. ഇത് ഈ മാളിക മുകളേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന പൂന്താനത്തിൻ്റെ ആത്മീയ ചിന്തയൊന്നും പിണറായി വിജയൻ്റെ തലയിൽ കയറിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് വളരെ പ്രകടമായി ഇന്നലെ ഇത് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ട്. അധികാരം പിണറായി വിജയൻ സത്യത്തിൽ ഈ അഭിരമിച്ചു കൊണ്ടിരുന്നത് അധികാരത്തിൻ്റെ ഈ പളവളപ്പിലാണ്. അതുകൊണ്ടാണല്ലോ തലേന്ന് വരെ കൂടെ നിന്ന് തെരഞ്ഞെടുത്ത് കഞ്ഞി കൊടുത്ത് വളർത്തിയ ജനതയെ പിറ്റേന്ന് മുതൽ ഭയപ്പെടുന്നത് കൊണ്ടാണല്ലോ 60-70 വാഹനങ്ങൾ വേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നത്. തെരഞ്ഞെടുത്ത ജനങ്ങൾ, കൂടെ നിന്ന ജനങ്ങൾ, വളർത്തിയ ജനങ്ങൾ, പോറ്റി വളർത്തിയ സഖാക്കൾ, അവരെ ഉൾപ്പെടെയുള്ള ജനങ്ങളെ പിറ്റേന്ന് അധികാരത്തിലെത്തുമ്പോൾ ഭയപ്പെടുകയാണല്ലോ. അത് പക്ഷേ അന്നേ പലരും പറഞ്ഞതാണ്, ഇത് വരും, തീർച്ചയായിട്ടും ഇങ്ങനൊരു കാലം വരും ഒക്കെ. ഈ ഇത്ര പെട്ടെന്ന് ഇദ്ദേഹത്തിന് ഇത് കാണേണ്ടി വരും എന്നുള്ള അവസ്ഥ ഉണ്ടായില്ല. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഡൽഹിയിൽ ചെല്ലുമ്പോഴൊക്കെ നമ്മൾ കണ്ട ചിത്രമുണ്ട്. ആ പടം നിരന്തരം നമ്മൾ കാണുന്നതാണല്ലോ. അദ്ദേഹം അദ്ദേഹത്തിന് ചുറ്റും പത്രക്കാർ വളഞ്ഞു നിൽക്കും. അദ്ദേഹം കടക്ക് പുറത്ത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചാലും മാധ്യമങ്ങൾ അദ്ദേഹത്തെ നിരന്തരമായി പിന്തുടർന്നുകൊണ്ടിരുന്നു. ഇപ്പൊ മാധ്യമങ്ങൾക്ക് അദ്ദേഹത്തിൽ നിന്നൊന്നും കിട്ടാനില്ല. മാധ്യമങ്ങൾ ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. പോളിറ്റ് ബ്യൂറോ യോഗത്തിന് അദ്ദേഹം ചെന്നു, പോന്നു, തിരിച്ച് എയർപോർട്ടിൽ വന്ന് ഇറങ്ങുന്നു, ആരും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യുന്നില്ല. പിണറായി വിജയൻ ഒരു വാർത്തയല്ലാതായി എന്നതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, അദ്ദേഹത്തിന്റെ കൂടെ 3 കൂട്ടരെങ്കിലും ഉണ്ടാവും. ഒന്ന്, പിണറായി വിജയന്റെ സ്റ്റാഫ് തന്നെയും ഒരുപാട് പേര് അദ്ദേഹത്തിന്റെ കൂടെ പരിവാര സമേതം, ഒറ്റയ്ക്കല്ല ഒരിക്കലും, വലിയൊരു ഒരു അനുചര വൃന്ദത്തോടു കൂടിയാണ് അദ്ദേഹം യാത്ര ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സ്റ്റാഫ് മുഴുവൻ ഉണ്ടാവാറുണ്ട്. ഒന്ന്. രണ്ടാമത്, അദ്ദേഹത്തിന്റെ കൂടെ കേരള ഹൗസിലെ വളരെ ഉത്തരവാദപ്പെട്ട ജീവനക്കാർ മുഴുവൻ അദ്ദേഹത്തെ വിമാനം കയറി പോകുന്നവരെ അനുഗമിക്കുമായിരുന്നു. അതില്ല. മൂന്നാമത്തെ ഒരു കൂട്ടരാരാന്നറിയോ? ഈ ഇൻഡിഗോ ഉൾപ്പെടെയുള്ള സ്വകാര്യ എയർലൈൻസ് ഒക്കെ, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്ക് കൊടുക്കുന്ന പരിഗണന നമുക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും വിവാദ വിഷയമായതാണ്. പിണറായി വിജയൻ തൊട്ട് EP ജയരാജൻ വരെയുള്ളവർ ഇൻഡിഗോയുമായിട്ടുള്ള ബന്ധമൊക്കെ പലപ്പോഴും ചർച്ച ചെയ്യും. ഇൻഡിഗോ ജീവനക്കാരും ഇദ്ദേഹത്തിന് കാവൽ നിൽക്കുമായിരുന്നു. ഇദ്ദേഹം ലോഞ്ചിലെത്തുന്നു, അദ്ദേഹത്തിന്റെ മുഴുവൻ പരിശോധനയും പൂർത്തിയാകുന്നു, അദ്ദേഹത്തെ വിശ്രമിക്കാൻ വിടുന്നു. ലോഞ്ചിൽ അദ്ദേഹത്തിന് കാവലിരിക്കാനും ഇൻഡിഗോക്കാർ, എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ഫ്ലൈറ്റിൽ കയറ്റുന്നവരെ ഇൻഡിഗോ ജീവനക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഒക്കെ പുറമെ ഇദ്ദേഹത്തിന്റെ പാദസേവ ചെയ്ത് ഇദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ നേടാനുള്ള തൽപര കക്ഷികൾ ഒരുപാട് പേര്, ബിസിനസ്സുകാർ, പലതരത്തിലുള്ള ആളുകൾ. ഒരാൾക്കൂട്ടമാണെന്ന് പറയാം അല്ലേ? ഒരാൾക്കൂട്ടത്തിന്റെ നടുവിലൂടെയാണ് എന്നും പിണറായി വിജയൻ സഞ്ചരിച്ചത്. ഊരിപ്പിടിച്ച വാളുകൊണ്ടല്ല. ഈ ആർത്തി പിടിച്ച അധികാരക്കൊതിയന്മാർ, പണക്കൊതിയന്മാരൊക്കെ പിന്നാലെ ഉണ്ടായിരുന്നു. ഒരു പട്ടിയും ഉണ്ടായില്ല എന്നുള്ള പ്രയോഗം വളരെ ശരിയാണ്. ഇന്നലെയുള്ള സ്ഥിതി എന്താ? ഇദ്ദേഹം ലോഞ്ചിൽ ചെന്ന്, പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് തന്നെ അദ്ദേഹം പോകുന്നത് എത്ര ദയനീയമായിട്ടായിരിക്കും, എത്ര നിസ്സഹായനായിട്ടായിരിക്കും. പണ്ട് പോളിറ്റ് ബ്യൂറോ സമം ഒരു നീണ്ട കാലത്ത് പോളിറ്റ് ബ്യൂറോ സമം പിണറായിയാണ്. എന്താ കാരണം എന്നറിയാം? അതിന് വേറൊരു കാരണം കൂടിയുണ്ട്. ഈ പോളിറ്റ് ബ്യൂറോ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയിൽ ഡൽഹിയിൽ കുറെ പേര് സ്ഥിരമായി കഴിഞ്ഞുകൂടുന്നുണ്ടല്ലോ പാർട്ടിക്ക് വേണ്ടി. അവരുടെ സേവനം കൊണ്ട് ഇന്ത്യയിൽ എവിടെ പാർട്ടി ഉണ്ടായി എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷെ അവരെ പോറ്റുന്നത് എവിടെയാണോ ഭരണമുള്ളത് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരാണ്. ബംഗാളുള്ള കാലത്ത് ബംഗാളായിരുന്നു പോറ്റിയിരുന്നത്. ത്രിപുരയുള്ള കാലത്ത് അവരുടെയും പങ്ക് കിട്ടിയിരുന്നു. പിന്നെ കേരളം മാത്രം അവശേഷിച്ചു. കേരളത്തിലെ മുഖ്യമന്ത്രി സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഫണ്ട് കൊണ്ടാണ് കേന്ദ്ര കമ്മിറ്റി നിന്നിരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ കൂലിക്കാരായി, അദ്ദേഹത്തിന്റെ ശമ്പളക്കാരായി വർത്തിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇത്തവണ അതുകൊണ്ട് തന്നെ പോളിറ്റ് ബ്യൂറോയിൽ ചെന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ അവനെ പുറത്താക്കും. ആരെ? VS അച്യുതാനന്ദനെയൊക്കെ പുറത്താക്കിയത് നമ്മൾ കണ്ടതാ. അകത്താക്കും. ഇന്നയാളെ സെക്രട്ടറി ആക്കും. ആ അവസ്ഥയിൽ നിന്ന് മാറി ഇപ്പൊ പിണറായി വിജയൻ തോറ്റത് എങ്ങനെ എന്നതിന്റെ റിപ്പോർട്ടിൽ എന്താ അവസാനത്തെ തീരുമാനം? പിണറായിയും ഗോവിന്ദനും പറഞ്ഞ് എന്തായാലും വിശ്വാസത്തിലെടുക്കാൻ വയ്യ എന്നാ തീരുമാനം. പിന്നെ അതെങ്ങനെയാണ് മയപ്പെടുത്തേണ്ടത്? ആർക്കും വലിയ പോറലില്ലാതെ മയപ്പെടുത്തിയിട്ട് പോളിറ്റ് ബ്യൂറോ സ്വന്തം നിലപാട് പ്രസിദ്ധീകരിക്കുന്ന തീരുമാനം. അല്ലാതെ പിണറായി വിജയൻ പറഞ്ഞത് മിനിസ്റ്റർ എഴുതുകയല്ല.
അപ്പോൾ നിരാശനായി എല്ലാം നഷ്ടപ്പെട്ട് ആണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോൾ എന്താ സ്ഥിതി? ഒരു MLAക്ക് ഒരു സെക്രട്ടറി ഉണ്ടാവുള്ളൂ. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ ആരെങ്കിലും ഡെപ്യൂട്ടേഷനിൽ എടുക്കുന്നതാണ് ആ സെക്രട്ടറി. ആ സെക്രട്ടറി ഏത് വഴിക്ക് പോയി എന്ന് അറിഞ്ഞൂടാ. ഇപ്പോൾ പിണറായി വിജയൻ ചെന്ന് ഒറ്റയ്ക്ക് ലോഞ്ചിലിരിക്കുന്നു, ഒരാളുമില്ല. ലോഞ്ചിലിരുന്നാൽ വിമാനത്തിന്റെ സമയത്തിന് സാധാരണ രീതിയിൽ VIPs അരമണിക്കൂർ മുമ്പൊക്കെ എത്തുള്ളൂ. സാധാരണ രീതിയിൽ ഈ ഡൊമസ്റ്റിക് എയർലൈൻസിന് 1 മണിക്കൂർ മുമ്പ് എത്തിയാൽ മതി. എല്ലാ സാധാരണ യാത്രക്കാർ 1 മണിക്കൂർ മുമ്പ് ബോർഡിംഗ് പാസ് എടുക്കണം. ഇത് VIPsന് അരമണിക്കൂറൊക്കെ മതിയാവും. അപ്പോൾ 2:50 പോകേണ്ട വിമാനം 2:50 ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരേണ്ട ഇൻഡിഗോ വിമാനത്തിനാണ് ഇദ്ദേഹത്തിന് പോകേണ്ടത്. 2:50 വരേണ്ടത് 2 മണിക്ക് ശേഷമൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ടാവും. ലോഞ്ചിലിരിക്കുന്നു. ഒരുപാട് അസുഖങ്ങളുടെ കൊട്ടയാണ് അദ്ദേഹം. സഞ്ചരിക്കുന്ന രോഗിയാണല്ലോ, സഞ്ചരിക്കുന്ന രോഗങ്ങളുടെ ഒരു കപ്പലാണ്. അവിടെ കിടന്ന് മയങ്ങിപ്പോവുക, അവിടെ ഇരിക്കുകയെ. ലോഞ്ചിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ അതിന്റെ സുഖത്തിൽ അതിന്റെ തണുപ്പിൽ മയങ്ങിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഒരാളും വിളിച്ചില്ല. വിമാനം അതിന്റെ വഴിക്ക് പോയി. എന്ത് 2:50 ഇല്ല, 3:50 ഇല്ല. വിമാനം പോയി കഴിഞ്ഞിട്ടാണ് അദ്ദേഹം ഉണരുന്നത്. അപ്പൊ സെക്രട്ടറി ഇല്ല, ഇൻഡിഗോക്കാരും ഇല്ല, കേരള ഹൗസും ഇല്ല, അനുയായികളും ഇല്ല, തൽപര കക്ഷികളും ഇല്ല, പാർട്ടിക്കാരും ഇല്ല. പണ്ട് പിണറായി വിജയൻ ചെന്നിറങ്ങുമ്പോൾ ലാൽ സലാം സഖാക്കളെ എന്നൊക്കെ പറഞ്ഞ ആളുണ്ടായിരുന്നല്ലേ കൂടെ. അതായത് കേരളത്തിൽ UDF സർക്കാർ വന്നപ്പോൾ ഈ പ്രോട്ടോകോൾ പാലിക്കേണ്ട ഉദ്യോഗസ്ഥരെ പോലും കൃത്യമായിട്ട് പിണറായി വിജയന് വേണ്ടി നിലകൊള്ളുന്നില്ല. ഏതോ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു CPMന്റെ നേതാവ്, ഒരു മനുഷ്യനും ഇല്ല എന്ന് മാത്രമല്ല, ഇപ്പോ ഭരണം മാറിയിരിക്കുന്നു എന്നത് ഡൽഹിയിലും ബോധ്യപ്പെട്ടു. ഇപ്പോ എന്നിട്ട് എന്ത് ചെയ്തു അറിയോ? ഈ 2:50 പോരേണ്ട വിമാനത്തിൽ പോരാൻ പറ്റാതെ വിമാനം മിസ്സായി. അത് കഴിഞ്ഞ് കുത്തിയിരുന്നു. പിന്നെന്ത് ചെയ്യാൻ പറ്റും? ഈ അടുത്ത വിമാനം എപ്പോഴാ നോക്കി അന്വേഷിച്ചു. ആരൊക്കെയോ മഹാകാരുണ്യം കൊണ്ട് ഇപ്പോൾ അടുത്ത ഫ്ലൈറ്റിൽ സീറ്റ് ഉണ്ടായിരുന്നുണ്ട്. ആ അടുത്ത ഫ്ലൈറ്റ് പക്ഷേ കോഴിക്കോട്ടേക്കല്ല, കണ്ണൂർക്കാണ്. ഒരു പക്ഷേ അദ്ദേഹം കണ്ണൂർ പോകേണ്ട ഒരു കാര്യം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. പക്ഷേ ഇന്നലെ കണ്ണൂർക്ക് പോകേണ്ടി വന്നു. രാത്രി 7:50 പറ്റും. എന്ന് വെച്ചാൽ 5 മണിക്കൂർ നേരം ഒരു ഈ പറയുന്ന ഗജകേസരിയായ കാരണഭൂതൻ ഒരാളുടെയും പിന്തുണയും ശ്രദ്ധയും ഇല്ലാതെ ഒരു സാധാരണ പൗരനെ പോലെ, സാധാരണ യാത്രക്കാരനെ പോലെ ഡൽഹി വിമാനത്താവളത്തിൽ കുത്തിയിരുന്ന് ഈച്ചയെ ആട്ടി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത് അധികാരത്തിൽ ഭ്രമിച്ചു പോകുന്ന എല്ലാ നേതാക്കന്മാർക്കുള്ള ഒരു പാഠമാണ്. എന്നാണോ നിങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങുന്നത്, മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ അധികാരത്തിൽ ഇരുന്ന കാലത്ത്, നിങ്ങളുടെ സോപാനത്തിലേറിയ കാലത്ത്, നിങ്ങൾ താരത്തെ പോലെ ശോഭിച്ച കാലത്ത് നിങ്ങൾ മണ്ണിലേക്ക് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ വന്ന വഴി മറന്നുപോയിട്ടുണ്ടോ? നിങ്ങൾ പാവപ്പെട്ടവനെ മറന്നോ? നിങ്ങളുടെ പാർട്ടിക്കാരെ മറന്നോ? മറന്നാൽ നിങ്ങൾ പിന്നെ തിരിച്ച് മണ്ണിൽ ചെല്ലുമ്പോൾ നിങ്ങളെ തിരിഞ്ഞു നോക്കാൻ ഒരു മനുഷ്യനുണ്ടാവില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പിണറായി വിജയൻ്റെ അനുഭവം. ഇത് വലിയ പാഠമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ UDF സർക്കാർ, ഇപ്പം VD സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹം പറഞ്ഞു പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥരുടെ വീഴ്ചയാണ്, അതേക്കുറിച്ച് ഗൗരവമായി ആലോചിക്കും. കേരള ഹൗസിലെ ജീവനക്കാർ കൃത്യമായിട്ട് നിർദ്ദേശം നൽകിയില്ല. അതായത് കേരള ഹൗസിലെ ജീവനക്കാർക്ക് ഒരു കാര്യം ബോധ്യപ്പെട്ടു, ഇനി 5 വർഷക്കാലം കേരളത്തെ നിയന്ത്രിക്കുന്ന UDF കോൺഗ്രസിന്റെ മന്ത്രിമാരും നേതാക്കളും വരട്ടെ, ഞങ്ങൾ ഇതിനേക്കാൾ വലിയ രാജഭക്തി കാണിക്കാം. പിണറായി വിജയന്റെ കാലം കഴിഞ്ഞു. കാരണം ഇന്നലെ വരെ എത്രത്തോളം ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ പെരുമാറിയ ഒരാളാണ്. ഇന്ന് ഇത്രയൊക്കെ വില കൊടുത്താൽ മതി എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയുക മറുപടിയാണ്. പക്ഷെ അതങ്ങനെ മറച്ചു വെച്ചിട്ട് പറയുന്നു. ഇനിയെങ്കിലും പിണറായി വിജയൻ അത് മനസ്സിലാക്കണം. തനിക്ക് അധികാരം നഷ്ടപ്പെട്ടപ്പോൾ തനിക്ക് പട്ടിയുടെ വില മാത്രമേ മറ്റുള്ളവർ നൽകുന്നുള്ളൂ. ഉദ്യോഗവൃന്ദം കൈവിട്ടു എന്ന് മനസ്സിലാക്കണം അല്ലേ? ഒരു അധികാരം, ഞാൻ പറയുന്നത്, ഒരു മനുഷ്യൻ എന്ന നിലയിലോ, ഒരു സഖാവ് എന്ന നിലയിലോ, ഒരു നല്ല സുഹൃത്ത് എന്ന നിലയിലോ, മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവ്, കേരളത്തിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും മുതിർന്ന നേതാവല്ല, അങ്ങനെ ഒരു നേതാവ് എന്ന നിലയിലോ ഒരു മനുഷ്യനും ലവലേശം ഇഷ്ടമോ സ്നേഹമോ ബഹുമാനമോ പിണറായി വിജയനോട് ഇല്ല എന്ന് ഇപ്പോഴെങ്കിലും അത് ഇന്നലത്തെ ഡൽഹിയിലെ അനുഭവം അദ്ദേഹം പഠിക്കേണ്ടതാണ്. മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന ആളുകൾ നോക്കിയത് അദ്ദേഹത്തിൻ്റെ കസേരയിലാണ്. കസേരയെ ആദരിക്കുന്ന യന്ത്രങ്ങളായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും ഉണ്ടായിരുന്നത്. അത് വേറൊന്നുകൊണ്ടുമല്ല, അത് മാത്രമേ ഇദ്ദേഹം അർഹിക്കുന്നുള്ളൂ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഒരു പരിഗണനയും കിട്ടാൻ മാത്രമുള്ള യാതൊരു തരത്തിലുള്ള യോഗ്യതയും ആ മനുഷ്യനില്ല എന്നൊരിക്കൽ കൂടി തെളിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.